തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നിർണായക വിധിയുമായി സുപ്രീം കോടതി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും നിയമനം പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരടങ്ങുന്ന സമിതിയുടെ ശുപാർശ വഴിയാകണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. പാർലമെന്റ് നിയമം ഉണ്ടാക്കുന്നതുവരെ ഈ രീതി തുടരണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും നിയമനത്തിന് കൊളീജിയം മാതൃകയിൽ സംവിധാനം വേണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികളിലാണ് ഭരണഘടനാ ബെഞ്ചിന്റെ സുപ്രധാന വിധി. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനം പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ചീഫ് ജസ്റ്റിസ് എന്നിവരുൾപ്പെട്ട സമിതിയുടെ ശുപാർശ വഴിയാകണമെന്ന് കോടതി വ്യക്തമാക്കി. സമിതിയുടെ ശുപാർശയനുസരിച്ച് രാഷ്ട്രപതി നിയമനം നടത്തണം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വതന്ത്രമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസ് KM ജോസഫ് അധ്യക്ഷനായ അഞ്ചംഗ ബെഞ്ച് ഐക്യകണ്ഠേനയാണ് വിധി പറഞ്ഞത്. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് ഇല്ലാത്ത സാഹചര്യത്തിൽ പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയുടെ നേതാവ് സമിതിയിൽ അംഗമായിരിക്കുമെന്ന് കോടതി വ്യക്തമാക്കി. പാർലമെന്റ് ഇക്കാര്യത്തിൽ നിയമനിർമ്മാണം നടത്തുന്നതുവരെ ഈ നിയമന രീതി പിന്തുടരണമെന്ന് കോടതി നിർദ്ദേശിച്ചു. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.